അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എൻ്റെ അടുത്തൊരു ഉമ്മ ഒരു പ്രശ്നം പറയാൻ വന്നപ്പോൾ ഞാനത് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതണം പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ഞാൻ കൊടുത്ത അത് വായിച്ചിട്ട് തിരിച്ച് ഉമ്മ ചോദിക്കുകയാണ്, തങ്ങളേത് കുൽഫു അല്ലാഹു വഹദല്ലേ എന്ന്. ഞാൻ അവരെ തിരുത്തി കൊടുത്തു, ഉമ്മ അതങ്ങനല്ല, കുൽഹു അല്ലാഹു വഹദ് എന്ന് ഓതണട്ടോ, ഖുർആനാണ്, നല്ല ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഖുർആൻ വേണ്ട വിധത്തിൽ പഠിക്കാൻ സാഹചര്യമില്ല, മദ്രസകളില്ല, ഓത്തുപള്ളികൾ അടുത്തൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ പോകാനുള്ള സാമ്പത്തിക അവസ്ഥയിലായിരിക്കില്ല അന്നത്തെ കാലഘട്ടം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് മദ്രസകളുണ്ട്, ദീനി സ്ഥാപനങ്ങളുണ്ട്, ദർസുകളുണ്ട്, അതുപോലെ പള്ളികൾ ഒക്കെ നമ്മുടെ ചുറ്റുവശത്തുണ്ട്. പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കൾ സ്വന്തം മക്കളെ മദ്രസയിലേക്കൊക്കെ വിടാൻ മടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മോറൽ ക്ലാസ് ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ മക്കളെയൊക്കെ മദ്രസ പഠനം ഒഴിവാക്കി സ്കൂളിലെ ഒരു പീരീഡ് മോറൽ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന കാലഘട്ടം. അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ മക്കളൊക്കെ വലുതായി വലിയ ജോലിയൊക്കെ കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടും. എന്താണ് ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പറയാൻ കാരണം, മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയാൻ കാരണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ കേരളത്തിൽ മനസ്സമാധാനമായി കിടന്നുറങ്ങുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്, അത് ഒരു മുതഅല്ലിമീൻ്റെ രക്ഷിതാവായിരിക്കും. ഒരു പള്ളിയിൽ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമിൻ്റെ ഉപ്പയും ഉമ്മയും അൽഹംദുലില്ലാഹ് മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നുണ്ടാവും. കാരണം എൻ്റെ മകൻ പഠിക്കുന്നതാണ്, എനിക്ക് നന്നായിട്ടറിയാം, ഞാനും പഠിച്ചവനാണ്. അതുപോലെ മറ്റുള്ള കോളേജുകളിലൊക്കെ പഠിക്കുന്ന രക്ഷിതാക്കളുടെ ഉള്ളിൽ മനസ്സിലൊക്കെ ഇങ്ങനെ തീ കത്തുന്നുണ്ടാവും. എൻ്റെ മോന് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്, പക്ഷേ അവൻ ഇന്ന് റൂമിലെത്തിയിട്ടുണ്ടോ അതോ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിനെ അറിയൂ. എൻ്റെ മകൾ ഹോസ്റ്റലിലാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ പഠിച്ചവർക്ക് അറിയൂ എന്നിങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് പലരും. പക്ഷേ മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഈജിപ്തിൽ പോയി പഠിച്ചാൽ പോലും അവിടുത്തെ ഉമ്മാക്കും അവിടുത്തെ ഉപ്പാക്കും ഒരു പേടിയും ആ മകനിൽ ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പഠിക്കുന്ന മുതഅല്ലിമാണ്. അതിൻ്റെ പ്രകാശം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കിതാബുകളിലൊക്കെ അങ്ങനെ കാണാം, ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ ഒരു യതീമെന്ന് ഞാൻ മുമ്പ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാണ്. യഥാർത്ഥ ഒരു യതീമെന്ന് പറഞ്ഞാൽ അത് വാപ്പയും ഉമ്മയും ഇല്ലാത്തവരല്ല. വാപ്പയും ഉമ്മയും ഉണ്ടായിട്ട് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ലാത്തവരാണ് യഥാർത്ഥ യതീം. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് നമ്മൾ വേണ്ട വിധത്തിൽ ദീനി മേഖലയിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ അത് വലുതാകുമ്പോൾ വലിയ ദോഷത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കും. എൻ്റെ ഒരൊറ്റൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏത് മേഖലയിലേക്ക് വേണമെങ്കിൽ തിരിച്ചോളി. IAS ഓഫീസറോ IPS പോലീസോ ഡോക്ടറോ വക്കീലോ എഞ്ചിനീയറോ എന്ത് വേണമെങ്കിലും ആക്കാം. പക്ഷേ കേവലം ഒരു 2-3 വർഷമെങ്കിലും നിങ്ങളുടെ ചെറിയ മക്കളെ അടുത്തുള്ള വല്ല പള്ളികളിലൊക്കെ കൊണ്ടുപോയി ദർസിലൊന്ന് ചേർത്ത് അവർ ആ ജീവിതം ഒന്ന് പഠിക്കണം. ഒരു ചെറിയൊരു കിതാബെങ്കിലും ഫിഖിൻ്റെ ഫത്ഹുൽ മുഈന് വരെയെങ്കിലും ഓതാൻ കഴിയുന്ന ഒരു പ്രാപ്തി ആയതിനു ശേഷം നിങ്ങൾ ഏത് മേഖലയിലേക്ക് വേണമെങ്കിൽ തിരിച്ചോളി. കാരണം നാളെയൊക്കെ നമ്മളിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളം ഒഴിപ്പിച്ചിട്ട് അടുത്ത് വന്നിട്ടൊരു യാസീനൊക്കെ ഓതണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം മക്കൾക്കേ അത്രയും കണ്ണിന്നിങ്ങനെ മനസ്സിലിങ്ങനെ തട്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓതാൻ പറ്റുന്ന മക്കളായിരിക്കണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്യാൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമുക്ക് വേണം. അങ്ങനത്തെ മക്കളെ നമ്മൾ വാർത്തെടുക്കണം. എന്നാലേ നമ്മുടെ മക്കൾ ആ രൂപത്തിലേക്ക് മാറും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഉയർന്ന മഖാമിലേക്ക് എത്തിച്ചു തരട്ടെ. ഒരു കൂട്ടുകെട്ടിലും പെടുത്തി നമ്മുടെ മക്കളെ വഴിതെറ്റിച്ച് കളയാതിരിക്കട്ടെ. എത്രയോ കേസുകളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത്, എത്രയോ കേസ്. തങ്ങൾ ദുആ ചെയ്യണം, എൻ്റെ മകന് ഓരോ കൂട്ടുകെട്ടിലും പെടുത്തിയിട്ട് കേസുണ്ട്, മറ്റേതാണ് ജയിലിലാണ്, അങ്ങനെ
എത്രയോ കേസുകളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളെ മദ്രസ പഠനത്തിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കരുത്. ചെറുപ്പത്തിലേ അവർക്ക് വേണ്ട വിധത്തിലൊക്കെ ദീനി വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല അച്ചടക്കത്തോടു കൂടിയിട്ടൊക്കെ മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ അത് നാടിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമൂഹത്തിനൊക്കെ പ്രകാശിക്കുന്ന മക്കളായി അവർ മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.